ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്കിൻ കെയർ പ്ലസ് ക്ലീനിങ് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അല്ല, ഉച്ചയായി, എന്നാലും ഞാൻ എണീച്ചിട്ട് ഇരുട്ട് കാണുന്നതിൻ്റെ കാരണം വെച്ചാൽ ഫുൾ ഓഫാക്കിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കർട്ടനൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ കർട്ടൻ തുറക്കുമ്പോൾ ഒരു വെളിച്ചം വരും, അത് മതി, ഭയങ്കര നല്ല വെളിച്ചമാണ്. പിന്നെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ പകല, ഇത്രയും നല്ല വെളിച്ചമുള്ളപ്പോൾ. അപ്പം നല്ല വെട്ടം പുറത്തുനിന്നുള്ളത് കൊണ്ട് ഈ വെട്ടം തന്നെ ധാരാളമാണ്. അങ്ങനെ നേരെ പോയിട്ട് പിന്നെ പല്ല് തേക്കുക എന്നുള്ളതാണ്. ഞാൻ പല്ല് തേച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫേസ് വാഷ്, ചില സമയത്ത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും, ചില സമയത്ത് ഫേസ് വാഷ് ഇടാൻ ഞാൻ മറന്നു പോകും. അപ്പോൾ നേരെ പല്ല് തേക്കുക എന്നുള്ള ഒരു ചടങ്ങിലോട്ടാണ് ഞാൻ കടക്കുക. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെയാണ് വന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പുതപ്പ് ഒന്ന് എന്താ പറയുക വിരിച്ചിടുക. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുതപ്പ് ആദ്യം വിരിച്ചിടും എന്നിട്ടാണ് പോയി പല്ലേക്കുക. ഞാൻ ആദ്യം പോയിട്ട് പല്ല് തേക്കും, അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ പുതപ്പും കാര്യങ്ങളൊക്കെ വിരിച്ചിടുക. എനിക്ക് എന്താണെന്നറിയില്ല, അതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ കുറച്ച് കവറിൽ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു അത് ഒന്ന് മടക്കിയും കാര്യങ്ങളൊക്കെ വെക്കാമെന്നുള്ളത്. എൻ്റെ പുതിയ ഡ്രസ്സും പഴയ ഡ്രസ്സും അങ്ങനെ കുറേ ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് അത് അങ്ങനെ ഇരിക്കുന്നു, അത് എനിക്ക് പറ്റണില്ല അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ എൻ്റെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഹാങ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ആ അലമാരയിൽ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏത് ഡ്രസ്സാണെന്ന് കാണാനും എടുക്കാനൊക്കെ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെക്കുന്ന അലമാരയെക്കാട്ടിയും, കാരണം ഇങ്ങനെ തട്ട് പോലെ ഉള്ളതിനെക്കാട്ടിയും എനിക്കിഷ്ടം കൂടുതൽ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന അലമാരയാണ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി, പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാം, ഏത് ഡ്രസ്സാണെന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേസ്റ്റ് കളയാന്നുള്ളത്. വേസ്റ്റ് ഞാനൊരു 2 days 3 days കൂടുമ്പോൾ ഞാൻ എടുക്കുക ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര എല്ലാ ദിവസവും അങ്ങനെ വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള വേസ്റ്റ് ഞാനിങ്ങനെ കൊണ്ടുപോയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കളയുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാത്രിയൊക്കെ പോയി കളയുള്ളൂ. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അവിടെ സൈഡിൽ കെട്ടി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ വേസ്റ്റ് കവർ ഇടുക. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ചെറിയ റൂമാണ്, കാണുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഓരോ ആംഗിൾ വെച്ചിട്ടാണല്ലോ വീഡിയോ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ പ്ലേറ്റും കാര്യങ്ങളും ഞാൻ വയ്ക്കുന്നുണ്ട്. പ്ലേറ്റ് ഞാൻ ഇവിടെ തന്നെ വയ്ക്കുക, കാരണം അതിപ്പോൾ എടുക്കലില്ല. പിന്നെ എൻ്റെ പൂച്ചക്കുഞ്ഞിൻ്റെ കളിപ്പാട്ടാണത്. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ കുറച്ച് പലഹാരങ്ങളുണ്ട്. ഞാൻ എപ്പോഴും കഴിക്കലില്ല, എന്നാലും ഞാൻ പലഹാരം അവിടെ വെക്കാറുള്ളത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് പോയി എടുക്കാനും വരാനും ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെക്കും. അങ്ങനെ തൂത്ത് ഒന്നൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ തൂക്കണതും ഏകദേശം ഒരു 2 days കൂടുമ്പോഴാണ് തൂക്കുക. കാരണം അത്രയ്ക്ക് ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് ഈ പൊടി കാര്യങ്ങൾ അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനെ ഇതെൻ്റെ ഡ്രസ്സാണ്, ഇട്ട ഡ്രസ്സ് ഞാൻ ഊരി അങ്ങ് ഇട്ട് കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചു. അധികം വലിയ വൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തവണയും കൂടി ഇട്ടിട്ട് നമുക്കത് കഴുകിയാൽ മതി എന്നുള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് സ്കിൻ കെയറിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ എന്താ വെച്ചാൽ സ്കിൻ കെയർ ഞാൻ അങ്ങനെ സാധനങ്ങൾ നോക്കും, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ മിസ്സാവലില്ല എന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മാറ്റം വരുത്തണോ, തീരാറായോ എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ അവിടെ നിന്ന് നോക്കും. പിന്നെ എല്ലാം ഏകദേശം എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സ് കഴുകിയിടാനുണ്ടായിരുന്നു, അപ്പോൾ അത് പുറത്താണ്. അവിടെ ഒന്ന് ഡ്രസ്സൊക്കെ കഴുകിയിട്ടു. അത് കഴിഞ്ഞ് നേരെ വന്ന് എൻ്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ കുഞ്ഞായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്നെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴുകിയിട്ട് വന്നാണ് വെള്ളം കൊടുക്കാൻ. അത് കഴിഞ്ഞ് നേരെ ഞാൻ പെർഫ്യൂം ഇങ്ങനെ സ്പ്രേ ചെയ്യും. പെർഫ്യൂമല്ല, മറ്റേ സംഭവം ഉണ്ടല്ലോ, റൂം സ്പ്രേ. അത് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാൻ ചെയ്തിട്ട്. അപ്പോൾ ഖാദീൻ്റെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നല്ല അടിപൊളി മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ പറയുക ഇപ്പോൾ എനിക്ക് പറയേണ്ട എന്താണെന്നറിയില്ല, നല്ലൊരു ഒരു മണമാണ്, ഒരു ആയുർവേദിക് മണമാണ്. അങ്ങനെ അത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ഫേസിൽ, ഞാനത് ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യുന്ന ഖാദീൻ്റെ ഈ ഒരു ഫേസ് പാക്ക്.
ആമസോണിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഒരു 20 ദിറംസിനോ 23 ദിറംസിനോ എന്തോ ആണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നന്നായിട്ട് ഇടുന്നുണ്ട്. അത് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല എന്താ പറയുക സോഫ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ചില ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരുമാതിരി കൊണ്ട് കയറുന്ന പോലെ തോന്നും ഈ ഫേസ് പാക്ക്. ഭയങ്കര മൂർച്ചയുള്ള പോലെ, അവൻ്റെ കല്ലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്ന പോലെ. ഇത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് നല്ല രീതിക്ക് സോഫ്റ്റ്, ഞാൻ ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നല്ല രീതിക്ക് മുഖത്ത് മാത്രമല്ല ഞാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുഖത്ത് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇടുന്നത് ചില ആൾക്കാർ ചോദിക്കും ഇത് ഇട്ടിട്ട് എന്താ വെളുക്കാനാണോ? ഇത് വെളുക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ആണ്. ഇപ്പോൾ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്, സ്കിന്നൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ്, സ്കിന്നൊന്ന് സ്മൂത്ത് ആയിട്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞു. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കഴുകി കളയാന്നുള്ളതാണ് കേട്ടോ. നേരെ ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കണത്. ശരിക്കും ഞാനില്ലേ എപ്പോഴും ഒന്നും അങ്ങനെ എന്താ പറയുക ഈ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യലില്ല. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസർ സിറംസും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടവും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ്. അതാകുമ്പോൾ നമുക്ക് പ്രശ്നമോ നമ്മുടെ ഫേസിനോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. കണ്ടില്ലേ, കണ്ടോ, ഇത് ഞാൻ പിരിക്കാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഞാൻ യൂസ് ചെയ്യുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 മണിയായി പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഖാദീൻ്റെ ഒരു സംഭവമാണ്. പിന്നെ ഫേസ് പാക്കാണ്. പക്ഷെ നല്ല എന്താ പറയുക, ഞാനിപ്പോൾ എന്താ പറയുക, നല്ല ഒരു നമ്മൾ ബ്രാഹ്മൺസിൻ്റെ ഒക്കെ മണം എന്ന് പറയില്ല, അവർക്ക് പ്രത്യേക ഒരു സുഗന്ധം ഉണ്ടാവും. ആ ഒരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു, എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഞാൻ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്നാണ് അതൊക്കെ കൊണ്ടുവരാം. മുൾട്ടാണി മുട്ടി, പയറുപൊടി, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയറിൽ ഉൾപ്പെടുന്ന കുറച്ച് സാധനങ്ങളെന്ന് പറയണത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യണത് വളരെ കുറവാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു നോക്കി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്താം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇഷ്ടമായി എന്ന് എനിക്കറിയില്ല. ബട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ മേക്കപ്പ് വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റ്സ് പറഞ്ഞു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മേക്കപ്പ് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണ് എക്സ്പെൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് എൻ്റെ എക്സ്പെൻസ് ആട്ടോ ഞാൻ പറയണത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മെയിൻ പ്ലാനിങ് എന്ന് പറയുന്നത്. വീഡിയോസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ നോക്കാം. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണതും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഒരുപോലെ തന്നെയാണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്നും ഒരുപോലെ വേണ്ട, കുറച്ച് ഇങ്ങനത്തെ മാത്രം മതിയല്ലോ അല്ലേ. ഒരു സ്കിൻ കെയർ പ്ലസ് ക്ലീനിങ്, അങ്ങനെ അല്ലേ. അപ്പോൾ ക്ലീനിങ് പ്ലസ് സ്കിൻ കെയർ. പിന്നെ ഞാൻ ലിപ്പിലിടുന്നത് ലിപ് ബാം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ലിപ് ബാം ഞാനത് രാത്രിയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നത്. ലിപ് ബാം യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യലില്ല. കാരണം നമ്മൾ ഫേസ് പാക്ക് ഇട്ടിരിക്കുകയല്ലേ, അപ്പം അതിൻ്റെ ഒരു ഇത് സെറ്റാവാൻ ഒന്ന് എന്താ ഒരു ക്ലീനിങ് പ്രോസസ്സിങ് അല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല. സോഫ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എൻ്റെ അക്കൗണ്ട് നിങ്ങളാരും കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അറിയായിരിക്കുമല്ലോ, അതൊക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പം ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.